എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RRB വിളിച്ചിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ സിലബസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം സിലബസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ജനറൽ അവയർനെസ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസിക് കമ്പ്യൂട്ടർ ഉണ്ട്, മാത്സ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മാർക്ക് ഡിവിഷൻ വരുന്നത് ജനറൽ അവയർനെസ് 10 മാർക്കാണ്. ജനറൽ ഇന്റലിജൻസ് വന്നിട്ട് 15 മാർക്കിനാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. പുതിയൊരു സിലബസ് ആണ് റെയിൽവേ ഇപ്രാവശ്യം ടെക്നീഷ്യൻ ഗ്രേഡ് 1 വേണ്ടിയിട്ട് ആക്കിയേക്കുന്നത്. പുതിയൊരു സിലബസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ലോക്കോ പൈലറ്റിന്റെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 2018 വിളിക്കുമ്പോഴത്തേക്കും ലോക്കോ പൈലറ്റും ടെക്നീഷ്യനും കൂടി ഒന്നിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എക്സാമും ഒന്ന് തന്നെയായിരുന്നു. ഇപ്രാവശ്യം LP വേറെ നോട്ടിഫിക്കേഷനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 വേറെ നോട്ടിഫിക്കേഷനും ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. സിലബസിലും വ്യത്യാസമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജനറൽ അവയർനെസ് 10 മാർക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15 മാർക്കിനും, കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 20 മാർക്കിനും, മാത്സ് 20 മാർക്സിനും, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എത്ര മാർക്കിനാണ്? 35 മാർക്കിനുമാണ് ചോദിക്കുന്നത്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്കിനുമാണ് ഇട്ടുള്ളത്. നമുക്ക് ഇനി ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ആദ്യം നമുക്ക് ജനറൽ അവയർനെസ്സിന് നോക്കാം. നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് ആദ്യത്തെ ഒരു ടോപ്പിക് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഒരു 2023 ഫുൾ കറണ്ട് അഫയേഴ്സും 2024 ആയിരിക്കാം കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. റെയിൽവേയില് എക്സാംസിന് 2 വർഷത്തതൊക്കെയാണ് മാക്സിമം ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നീട് നമുക്ക് ചോദിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇട്ടിട്ടുള്ളത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് യൂണിവേഴ്സും ഗാലക്സിയും സോളാർ സിസ്റ്റം, പിന്നീട് എർത്തിന്റെ ഷേപ്പ്, സൈസ്, അതുപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, പിന്നെ മൗണ്ടൻ പീക്സ് ഓഫ് ഇന്ത്യ, അങ്ങനെ കോസ്റ്റൽ പ്ലെയിൻ, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടുകളെ കുറിച്ചുകളും അങ്ങനെയുള്ള ഐലൻഡ് ഗ്രൂപ്പ്സ്, അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നീട് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ഫ്രീഡം സ്ട്രഗിൾ. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം. ആൻഷ്യൻ ഹിസ്റ്ററി, മോഡേൺ വേൾഡും എല്ലാം ഇൻക്ലൂഡിങ് ഫ്രീഡം സ്ട്രഗിൾ വരെയുള്ള കാര്യങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും. പിന്നീട് ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ആർട്ടിക്കിളുകളും എല്ലാം പാർട്ടും ആർട്ടിക്കിളും എല്ലാം ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഇന്ത്യൻ പോളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അപ്പം ഇന്ത്യൻ എക്കോണമിയും എൻവയോൺമെന്റൽ ഇഷ്യൂസും കൂടി ഒരൊറ്റ ടോപ്പിക്കായിട്ട് അങ്ങ് പറഞ്ഞേക്കുവാണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എൻവയോൺമെന്റൽ ഇഷ്യൂസിനകത്ത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ എക്കണോമി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയും, അഗ്രികൾച്ചർ, ലാൻഡ് ഡെവലപ്മെന്റ്, നാഷണൽ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പോർട്സ്, ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അപ്പൊ സ്പോർട്സ് കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പോർട്സിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ISR ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം. ISRയുടെ പുതിയതായിട്ടുള്ള മിഷൻസ്, അതിനെ കുറിച്ചൊക്കെ ആയിരിക്കാം അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ജനറൽ അവയർനെസ് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ജനറൽ അവയർനെസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും ഉള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. RRB SSCക്ക് ചോദിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് റീസണിങ്ങിനകത്ത് വരുന്നത്. അനലോജീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോഗിസം, ജംബ്ലിംഗ്,
Venn diagram, data interpretation and sufficiency, conclusions and decision making, similarities and differences, analytical reasoning, classification, directions, statement, arguments and assumptions. അപ്പം ഈ റീസണിങ്ങിനകത്തൊക്കെ ഇപ്പൊ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. 2018-19 എക്സാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 2022 ചോദിച്ച ഗ്രൂപ്പ് ഡി NTPC ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം പാറ്റേണിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും റീസണിങ് ഒക്കെ. അത് നിങ്ങൾ നോക്കുക. ക്ലാസ്സുകൾ നമ്മൾ സാപ്പിയൻസ് അക്കാഡമി ചാനലിലൂടെ ഓരോ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, storage devices, networking, operating systems like Windows, Unix, Linux, MS Office, various data representation, internet and email, website and web browsers, computer virus. അപ്പോൾ ബേസിക് കമ്പ്യൂട്ടർ SSC ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഒരു പാർട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ RRBയിലും ടെക്നീഷ്യനകത്ത് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ചോദിച്ചിരിക്കുവാണ്. അപ്പം ഇതിന്റെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടർ ജനറേഷൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കമ്പ്യൂട്ടർ ജനറേഷൻസ് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വേരിയസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ചോദിക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ചോദിക്കാം. പിന്നെ കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ്, ഡിജിറ്റൽ, അനലോഗ്, ഹൈബ്രിഡ്, ഒപ്റ്റിക്കൽ ആൻഡ് അറ്റോമിക് കമ്പ്യൂട്ടർ, അതെല്ലാം ചോദിക്കാം. പിന്നീട് നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസുകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. സ്റ്റോറേജ് ഡിവൈസസ്, ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ CD, പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസും ഒക്കെ ഉണ്ട്. പിന്നീട് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് ചോദിക്കാനുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്. വേരിയസ് ഡേറ്റ റെപ്രസെന്റേഷനും ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ, വെബ്സൈറ്റ് ആൻഡ് വെബ് ബ്രൗസറെ കുറിച്ച്, കമ്പ്യൂട്ടർ വൈറസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ നിന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് മാത്തമാറ്റിക്സ് ആണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മാത്സും 20 മാർക്ക് തന്നെയാണ്, മാത്സിന്റെയും 20 മാർക്ക് തന്നെയാണ് മാത്സും ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ RRB എക്സാംസിന് കാണുന്ന കുറച്ച് ടോപ്പിക്കുകളും പിന്നീട് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകളും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ടോപ്പിക്കുകൾ +1 മാത്സ് ആണ് വരുന്നത്. ഈ സെറ്റ്സ്, MD സെറ്റ്സ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ്, സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതെല്ലാം +1 മാത്സിൽ വരുന്നതാണ്. ബാക്കി നമ്പർ സിസ്റ്റവും റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, ബോഡ്മാസ് റൂള്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സിമിലർ ട്രയാങ്കിൾ, പൈതഗോറിയൻ തിയറം, കോർഡിനേറ്റ് ജോമെട്രി, ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, സർഫസ് ഏരിയ ആൻഡ് വോളിയം. ഇതെല്ലാം നമ്മൾക്ക് പ്രീവിയസ് RRB എക്സാംസിൽ കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. SSC എക്സാമിനും ചോദിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് സെറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നീട് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് ബാക്കിയുള്ളതെല്ലാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, റേഞ്ച്, മീൻ, ഡീവിയേഷൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ, പ്രോബബിലിറ്റി, occurrence of events, exhaustive events, mutually exclusive events. ഈ ടോപ്പിക്സുകൾ നമ്മൾ RRBക്കും SSCക്കും കണ്ടിട്ടുള്ളത് തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് സെറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതിൽ 35 മാർക്സിനാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് NCERT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഫിസിക്സ് ഉണ്ട്. ഫിസിക്സിനകത്ത് NCERT 10th
10th NCERT-യും 9th ഉണ്ട്, 9th വരാം. പിന്നീട് നമുക്ക് പ്ലസ് വണ്ണിന്റെ ടോപ്പിക്കുകളും വരുന്നുണ്ട്. അതായത് പ്ലസ് വണ്ണിന്റെ പാർട്ട് 1 സയൻസ് ടെക്സ്റ്റില് വരുന്നുണ്ട്. ആ ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫിസിക്സ് ഫണ്ടമെന്റൽസ്, യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി. വർക്ക് പവർ എനർജിയിൽ ന്യൂമറിക്കൽസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, യൂണിറ്റ്സ് നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. യൂണിറ്റ്സ് നമുക്ക് ഒരുപാട് SI യൂണിറ്റ്സും അങ്ങനെ CGS യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം നോക്കണം. പിന്നീട് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, മാസ്, വെയിറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങള് അതൊക്കെ നോക്കാനുണ്ട്. പിന്നെ സ്പീഡ് ആൻഡ് വെലോസിറ്റിയിൽ ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രിക് ചാർജ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് പോവുകയാണ്. ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് പോകുന്നു. കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഓംസ് ലോ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ഓഫ് എ സർക്യൂട്ട് ആൻഡ് സ്പെസിഫിക് ബേസിക് ഇലക്ട്രിക്കൽ ആണ് ഇതെല്ലാം. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പവർ, ആംപിയേഴ്സ് ലോ, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ ആൻഡ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ്. ഇത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം NCERT ക്ലാസ് 12 ഫിസിക്സിന്റെ പാർട്ട് 1 ടെക്സ്റ്റില് 4, 5, 6 ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് കിട്ടും. ബേസിക് ഇലക്ട്രോണിക്സ് ആണ് പിന്നീട് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് മെഷർമെന്റ്സ്, ബേസിക് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, മൈക്രോ കൺട്രോളർ, ഇതെല്ലാം ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഡിപ്ലോമയ്ക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നുണ്ട് ബേസിക് ഇലക്ട്രോണിക്സ്. അതുപോലെ നമ്മൾ BTechനും പഠിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സെക്കൻഡ് ഇയർ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. മൈക്രോ കൺട്രോളർ ഇതെല്ലാം S3 പഠിക്കുന്നതാണ് ഡിപ്ലോമ. മൈക്രോ പ്രോസസർ, ഇലക്ട്രോണിക് മെഷറിംഗ് സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പൽ റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, LCD, LED ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത്രയുമാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ആയപ്പോൾ നമുക്കിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ 1ന്റെ സിലബസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു വലിയ ഫാക്റ്റ് ആണ്, ഒരു വലിയ ഘടകമാണ് നമ്മുടെ സിലബസിൽ. 35 മാർക്ക് ഉണ്ട്, പ്ലസ് മാത്തമാറ്റിക്സ് ഉണ്ട്, പ്ലസ് 20 ആണ്. അത് 55 മാർക്സ് ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മറ്റത് നമ്മൾ എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇവിടെ ഒരു മാത്സിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, സെറ്റ്സും സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ എല്ലാ ടോപ്പിക്കുകൾ നമ്മൾ ക്ലാസ് സാപ്പിയൻസ് അക്കാഡമി ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുക, ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.